ഇത് തുടക്കം, സൂക്ഷിച്ചോളൂ പാകിസ്ഥാനെ. മുന്നറിയിപ്പുമായി വ്യോമസേന രംഗത്തെത്തിയിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്ക് വ്യോമസേനയുടെ 12 മിറാഷ് വിമാനങ്ങൾ പാകിസ്ഥാന് നേരെ അതിക്രമിച്ച് കടന്ന ആക്രമണം നടത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ പോലും അറിയാതെ. കുറെ മണിക്കൂർ പാകിസ്ഥാൻ പ്രതികരിച്ചില്ല. ഇന്ത്യയും സ്ഥിരീകരണങ്ങളൊന്നും വന്നില്ല. എന്താണ് സംഭവിച്ചത്? നിലവിൽ ആക്രമണം നടന്നു, പാകിസ്ഥാന് എന്തുമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായി, ഇതൊന്നും സ്ഥിരീകരിക്കപ്പെടാത്ത കുറെ വാർത്തകൾ മാത്രമായിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വാർത്തകൾക്കെല്ലാം സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇന്ത്യ പുൽവാമയിലെ CRPF വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് അതിശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു. വ്യോമസേന 44 ജവാന്മാരുടെ വീരമൃത്യുവിന് അതിശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വരുന്ന മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയും. എന്തായാലും 300 ഭീകരരെ അല്ലെങ്കിൽ 300 പാകിസ്ഥാൻ ഭീകരരെ വധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അനൌദ്യോഗിക റിപ്പോർട്ടാണ്. അതിൽ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം അല്ലെങ്കിൽ കുറഞ്ഞേക്കാം. ആ സ്ഥിരീകരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും പാകിസ്ഥാന് അതീവ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. പാക് അതിർത്തിയിൽ ഇന്ത്യൻ സേന അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമ വിമാനങ്ങൾ അതിക്രമിച്ച് കടന്നിരിക്കുന്നു. കടന്ന് പാകിസ്ഥാന് അതിശക്തമായ നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞുപോയ മണിക്കൂറിൽ ഇന്ത്യ ഏറ്റവും വലിയ തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. സമാധാനം തരുമെന്ന ഇമ്രാൻഖാന്റെ വാക്ക് വെറും വാക്കായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ ഇന്ത്യൻ സേന, പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന ഇന്ത്യൻ സേന പാകിസ്ഥാന് അതിശക്തമായ ഭാഷയിൽ മറുപടി പറഞ്ഞിരിക്കുന്നു. വ്യോമസേനയ്ക്ക് ഒരു വലിയ സല്യൂട്ട് തന്നെയാണ് ഈ മണിക്കൂറിൽ ഇന്ത്യൻ ജനത നൽകുന്നത്. എന്തായാലും ഇന്ത്യ അല്പം ആശങ്കയിൽ തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ഇതിനെ എങ്ങനെ നേരിടും, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു വലിയ ആശങ്ക ഇന്ത്യയിലും നിലനിൽക്കുന്നു. കാരണം നമ്മുടെ ഒരുപാട് സൈനികർ അതിർത്തിയിലുണ്ട്. ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യ ശക്തമായ മറുപടി നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന വാർത്തയും. ഫെബ്രുവരി 14-ന് മരിച്ച സൈനികർക്ക് അവരുടെ ജീവന് മറുപടി പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാനെതിരെ അതിശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകരത്താവളം ഇന്ത്യയുടെ ആക്രമണത്തിൽ ഇന്ന് പുലർച്ചെ 3:30-ക്കാണ് തകർന്നത്. ഇന്ത്യൻ വ്യോമസേനയാണ് ആക്രമണം നടത്തിയത്. ഭീകരവാദ താവളം പൂർണ്ണമായി തകർന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ അതായത് 44 ധീര ജവാന്മാരുടെ വീരമൃത്യുവിന് കാരണമായത് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയിൽ ഉണ്ടായിരുന്ന ആദിൽ അസ്കർ ആയിരുന്നു അതിന് കാരണമായത്. അതുകൊണ്ട് തന്നെയാണ് ആ സംഘടനയോട് തന്നെയാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര സംഘടനയാണ് ഇന്ത്യൻ സൈന്യം തകർത്തിരിക്കുന്നത്. മിറാഷ് യുദ്ധവിമാനങ്ങളാണ് ദൗത്യത്തിൽ പങ്കെടുത്തത്. 12 മിറാഷ്, 2000 ജെറ്റ് വിമാനങ്ങൾ, 1000 കിലോ ബോംബ് നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള ഭീകര ക്യാമ്പുകളിലാണ് വർഷിച്ചത്. അതേസമയം ഇക്കാര്യത്തിൽ ഒന്നും ഇതുവരെ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്താണ് അവിടെ നടന്നത്, എന്തൊക്കെ സംഭവങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആക്രമണങ്ങളാണ് പാകിസ്ഥാന് നേരെ ഉണ്ടായിരിക്കുന്നത്, ഇതിനൊന്നും വ്യക്തമായ മറുപടി ഈ മണിക്കൂറിൽ പോലും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല, ഇന്ത്യ നൽകിയിട്ടില്ല. പ്രതിരോധ വകുപ്പിൽ നിന്നുള്ള മറുപടികൾ ഉടൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യൻ സമൂഹവും വാർത്താലോകവും. ഇന്ത്യൻ വ്യോമസേന അതിർത്തി കടന്നെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് നിർണായകമായ ആക്രമണ വിവരം പുറത്തു വന്നത്. തിരിച്ചടി തുടങ്ങിയതോടെ വിമാനങ്ങൾ തിരിച്ചു പറന്നെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. എന്തായാലും ഈ പാകിസ്ഥാൻ പ്രതീക്ഷിക്കാതെയുള്ള ഒരു മുന്നേറ്റമായതുകൊണ്ട് ഇതെങ്ങനെ തടയണം, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഇതിൽ വരണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാകിസ്ഥാൻ ആശുപത്രി വരെ സജ്ജീകരിച്ച് നിർത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്ന് പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. 27-ഓളം അതിർത്തി ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചിരുന്നു. അങ്ങനെ പല ഒരുക്കങ്ങളും നടന്നുവെങ്കിലും എങ്ങനെ ഇന്ത്യ തിരിച്ചാക്രമിക്കും, ഏത് തരത്തിലായിരിക്കും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാവുക എന്നുള്ള തരത്തിലുള്ള ഒരു ആശങ്ക പാകിസ്ഥാൻ ആദ്യമേ നിലനിന്നിരുന്നു. എന്തായാലും ഇമ്രാൻഖാൻ അത് മുൻകൂട്ടി കണ്ടിരിക്കണം. കാരണം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇമ്രാൻഖാൻ മോദിയോട് സമാധാനം തരുമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. അതുവരെ കടുത്ത ഭീഷണിയിലായിരുന്നു ഇമ്രാൻഖാന്റെ മനോഭാവം. ഞങ്ങൾ എന്തും ചെയ്യും എന്ന തരത്തിലുള്ള ഒരു ഭീകരതയെ പ്രോത്സാഹിപ്പിക്കും, ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കും, അങ്ങനെ പല അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇമ്രാൻഖാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രംഗത്തെത്തിയിരുന്നത്. എന്നാൽ ഇന്നലെ നേരെ അതിനൊക്കെ വിപരീതമായ ഒരു സമീപനമാണ് ഇമ്രാൻഖാന്റെ മുന്നിൽ നിന്ന് ഉണ്ടായത്. മോദിയോട് കെഞ്ചുന്ന തരത്തിൽ അല്ലെങ്കിൽ സമാധാനം തരൂ, നമുക്ക് സമാധാനപരമായി
സമാധാനപരമായ ചർച്ചകളിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഇമ്രാൻഖാന്റെ ഭാഗത്തു നിന്ന് വന്നത്. എന്നാൽ അവിടെ എല്ലാം പ്രധാനമന്ത്രി മൗനം പാലിച്ചു. ഇതിനൊന്നും പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറഞ്ഞില്ല. പക്ഷെ വരുന്ന മണിക്കൂറുകൾ കിട്ടുന്ന വിവരം, ഈ വ്യോമസേന ആക്രമണത്തിന് മുന്നിൽ നിന്ന് ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിച്ച് റിപ്പോർട്ട് നൽകിയതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് തന്നെയാണ് തിരിച്ചടിക്കുമെന്ന് നരേന്ദ്രമോദി ആവർത്തിച്ചപ്പോഴും ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞതും, ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും. ഞങ്ങളുടെ ധീര ജവാന്മാരുടെ ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ജീവൻ നൽകിയ പട്ടാളക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ സേനയ്ക്ക് വേണ്ടിയുള്ള ഒരു തിരിച്ചടി ഞങ്ങൾ നടത്തിയിരിക്കും എന്നുള്ളത് ഇതിന്റെ ഒരു മുന്നൊരുക്കമായ ഒരു മൗനമായിരിക്കണം അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പുലർച്ചെ 3:30 വരെ ലോകം ഉറങ്ങിക്കിടന്നപ്പോൾ മരിച്ച ധീര ജവാന്മാരുടെ ചോരയ്ക്ക് ഇന്ത്യ ഒരു തിരിച്ചടി വളരെ അപ്രതീക്ഷിതമായി പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. എന്തായാലും ആ വിവരങ്ങളൊന്നും നമുക്ക് പുറത്തു വന്നിട്ടില്ല. ഇന്ത്യ എങ്ങനെ തിരിച്ചടിക്കുമെന്നോ അല്ലെങ്കിൽ എപ്പോ തിരിച്ചടി ഉണ്ടാകുമെന്നോ. ഇത് സൈനികരെല്ലാം അതിർത്തിയിൽ വിളിച്ചപ്പോഴും മൊത്തത്തിൽ എല്ലാവരും വിചാരിച്ചിരുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സൈനികരെ അവിടെ നിയോഗിക്കുന്നതായിരിക്കും എന്നുള്ളത് മാത്രമായിരുന്നു. എന്നാൽ അതൊക്കെ ഒരു പുകമറയായിരുന്നു. അതിന് പിന്നിൽ ശക്തമായൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ശക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുക, പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയെ വളർത്തുന്ന രാജ്യത്തെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ആ ഭീകര സംഘടനയെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു മറുപടി തന്നെയാണ് പാകിസ്ഥാന് മേൽ ഇന്ത്യ നൽകിയിരിക്കുന്നത്. തിരിച്ച് പ്രതീക്ഷിക്കാതെയുള്ള ഒരു അടി ആയതുകൊണ്ടായിരിക്കണം പാകിസ്ഥാൻ ഇത്രത്തോളം പതറിപ്പോയത്. വരുന്ന മണിക്കൂറിൽ ഇനി എന്താകും, നാളെ നടക്കുന്ന പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിലും ഇന്ത്യ നൽകിയ തിരിച്ചടി ചർച്ചയാകും. എന്തായാലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വ്യോമസേനയ്ക്ക് വലിയൊരു സല്യൂട്ടാണ് നൽകിയിരിക്കുന്നത്. കാരണം ഇതിൽ രാഷ്ട്രീയം പറയില്ല എന്ന് കോൺഗ്രസിന്റെ അമരക്കാരായ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യായിരുന്നു ഈ തിരിച്ചടി നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഇന്ത്യക്കൊപ്പം ഒക്കെ എല്ലാവരും ഒറ്റ കെട്ടായി നിന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ തിരിച്ചടിക്കുമ്പോൾ ഞങ്ങൾ ഒപ്പം ഉണ്ടാകും. അങ്ങനെ ഇന്ത്യക്കൊപ്പമാണ് നിന്നത്. അവിടെ രാഷ്ട്രീയങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്തായാലും അത് തന്നെയാണ് ഏറ്റവും പ്രധാന വാർത്തയും. അതിനിടെ ഭീകരപ്രവർത്തനത്തിന് പണം നൽകിയെന്ന കേസിൽ കാശ്മീരിലെ വിഘടനവാദികളുടെ വസതിയിൽ NIA റെയ്ഡ് നടന്നിരുന്നു. പ്രാദേശിക പോലീസ്, CRPF എന്നിവരുടെ സഹായത്തോടെയായിരുന്നു കാശ്മീർ താഴ്വരയിൽ 9 സ്ഥലങ്ങളിൽ നിന്ന് റെയ്ഡ് നടത്തിയത്. ഈ കഴിഞ്ഞ ദിവസം ആദിൽ അസ്കർ തന്നെ എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ആ വാഹനത്തിന്റെ ഉടമ ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയിലുള്ള ആളെന്ന തരത്തിലുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിന്റെയൊക്കെ മുന്നോടിയായിട്ടാണ് 1200 2000 ജെറ്റ് വിമാനങ്ങൾ, 1200 മിറാഷ് വ്യോമസേന വിമാനങ്ങളൊക്കെ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് ഇമ്രാൻഖാനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. 5 വർഷത്തിനിടെ ഇന്ത്യയിൽ മരിച്ച അല്ലെങ്കിൽ ഇത്രയും മൊത്തം പാകിസ്ഥാൻ നടത്തിയ ഭീകരവാദത്തിനെല്ലാം ഒരു അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ ഇന്ത്യയും അതീവ ആശങ്കയിൽ തന്നെയാണ്. കാരണം എങ്ങനെ ഇതിന് പാകിസ്ഥാൻ മറുപടി നൽകുമെന്നുള്ള ഒരു വലിയ ആശങ്ക നിലനിൽക്കുമ്പോഴും ഈ മണിക്കൂറിൽ ഏറ്റവും ആശ്വാസകരമായ വാർത്ത പോയ വ്യോമ വിമാനങ്ങളെല്ലാം വിജയപൂർവ്വം തിരിച്ചു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇനി പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ്, സൂക്ഷിച്ചോളൂ. ഏത് സമയവും ഇനിയും തിരിച്ചടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ കര, വ്യോമ, നാവിക സേനകളെല്ലാം ഒരുങ്ങി നിൽപ്പുണ്ട്. ഇത് തന്നെയാണ് സൈന്യം പാകിസ്ഥാന് നൽകുന്ന മുന്നറിയിപ്പ്. ഒരുങ്ങിയിരുന്നോളൂ, ഉടനെ അടുത്ത തിരിച്ചടി പ്രതീക്ഷിക്കാം.